ബന്ധം ശക്തമാക്കി തുർക്കിയും സിറിയയും. തുർക്കി പ്രസിഡന്റ് സയ്യിപ് തയ്യിപ് എർദോഗനും സിറിയയുടെ പുതിയ പ്രസിഡന്റ് അഹമ്മദ് അൽ-ഷാറയും അങ്കാറയിൽ കൂടിക്കാഴ്ച നടത്തി. വടക്ക് കിഴക്കൻ സിറിയയിൽ കുർദിഷ് പോരാളികളോടുള്ള സമീപനം ഉൾപ്പെടെയുള്ള സുരക്ഷാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ ആഴ്ച ആദ്യം റിയാദിൽ വെച്ച് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെയും അഹമ്മദ് അൽ-ഷാറ സന്ദർശിച്ചിരുന്നു. ഔദ്യോഗികമായി സിറിയയുടെ ഇടക്കാല നേതാവായി അധികാരമേറ്റ ശേഷം അൽ-ഷാറയുടെ രണ്ടാമത്തെ അന്താരാഷ്ട്ര യാത്രയാണിത്. ഡിസംബറിൽ വിമത നീക്കത്തിലൂടെയാണ് ദീർഘകാലം സിറിയയിൽ ഭരണാധികാരിയായിരുന്ന ബഷർ അൽ അസദിന്റെ സർക്കാരിനെ അട്ടിമറിച്ച് തെഹ്രീർ അൽ ഷാറ അധികാരത്തിൽ എത്തിയത്. അങ്കാറയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അൽ ഷറയ്ക്കൊപ്പം സംസാരിച്ച എർദോഗൻ സിറിയയുടെ പുതിയ നേതൃത്വവുമായി പങ്കാളിയാകാൻ തുർക്കി തയ്യാറാണെന്ന് അറിയിച്ചു. ഇരു രാജ്യങ്ങളും തീവ്രവാദത്തിനെതിരായി പ്രവർത്തിക്കാനും ആഹ്വാനം ചെയ്തു. തീവ്രവാദത്തിനെതിരെ സിറിയയ്ക്കൊപ്പം നിലകൊള്ളാൻ തങ്ങൾ തയ്യാറാണെന്നും തുർക്കി പ്രസിഡന്റ് അറിയിച്ചു. സിറിയയുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിയുടെ തെക്കേ അതിർത്തിയിൽ കുർദിഷ് ഗ്രൂപ്പുകൾ ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുവെന്നും തുർക്കി ആരോപിച്ചു. ആക്രമണം അവസാനിപ്പിക്കാൻ കുർദിഷ് പോരാളികൾക്കുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അൽ-ഷാറ പ്രഖ്യാപിച്ചു. ഇതിനായി വടക്ക് കിഴക്കൻ സിറിയയിൽ ക്യാമ്പുകൾ നിയന്ത്രിക്കാൻ തുർക്കിയെ സഹായിക്കാൻ തങ്ങൾ തയ്യാറെന്ന് സൗദി അറേബ്യയും പ്രഖ്യാപിച്ചു. 2011 സിറിയയുടെ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ദമാസ്കസുമായി അങ്കാറ ബന്ധം വേർപെടുത്തിയിരുന്നു. സിറിയയ്ക്കും തുർക്കിക്കും സ്ഥിരമായ സുരക്ഷ ഉറപ്പു നൽകുന്നതിനായി ഈ മേഖലയിലെ സുരക്ഷാ ഭീഷണികളെ നേരിടാൻ തുർക്കിയുമായി തന്ത്രപരമായ ബന്ധത്തിലേർപ്പെടുമെന്ന് അൽ-ഷാറ അറിയിച്ചു. വടക്ക് കിഴക്കൻ സിറിയയിലെ പ്രാദേശിക ഐക്യം തടയുന്ന ഭീഷണികളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തു. US പിന്തുണയുള്ള SDF-നെ കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ പ്രതിരോധ ഉടമ്പടി രൂപീകരിക്കുകയും ചെയ്തു. അൽ അസദിന്റെ ഭരണകാലത്ത് സിറിയയിൽ ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നീക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എർദോഗൻ പറഞ്ഞു. സിറിയൻ അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും വിഷയവും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. 2011 സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ സിറിയൻ അഭയാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിച്ചത് തുർക്കിയാണ്. 2022 കണക്കനുസരിച്ച് ഏതാണ്ട് 3.8 ദശലക്ഷം ആളുകളാണ് പലായനം ചെയ്തത്. സാമ്പത്തിക മേഖലയെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു.